നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടുകുറി ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. ഒരുപാട് പ്രതീക്ഷകളോടും ഒരുപാട് ആഗ്രഹങ്ങളോടും കൂടി ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. എപ്പോഴാണ് നമ്മുടെ ഉള്ളിലുള്ള ഈ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് സാധിക്കുക? എപ്പോഴാണ് ഒന്ന് സമാധാനമായിട്ട് ജീവിക്കുവാൻ കഴിയുന്നത്? ജീവിതത്തിൽ പല തടസ്സങ്ങളുണ്ടാകുമ്പോഴും അതെപ്പോഴൊക്കെ നേരിടാം എന്നൊക്കെ ഓർത്ത് നിരാശരാകുന്ന വ്യക്തികളാണ് നിങ്ങൾ ഓരോരുത്തരും. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് അതൊരു വലിയ മാറ്റം തന്നെയാണ്. എത്രയധികം പ്രതിസന്ധികളോ എത്രയധികം കഷ്ടതകളോ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു മാറ്റം വരുത്തുവാനായിട്ട് സർവേശ്വരന് സാധിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കുക. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത് 2 ഡയമണ്ടുകളുടെ ചിത്രങ്ങളാണ്. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഒന്നാമത്തെ ഡയമണ്ടിൻ്റെ നിറമെന്ന് പറയുന്നത് പിങ്കും രണ്ടാമത്തേത് ഗ്രീനുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. തീർത്തും 2 ചിത്രങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ ചിത്രമായ പിങ്ക് നിറത്തിലുള്ള ഡയമണ്ടാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. വളരെയധികം അനുഗ്രഹമാണ് സർവേശ്വരൻ്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാനായിട്ട് പോകുന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം മറികടക്കുവാനായിട്ട് പോവുകയാണ്. ഭാഗ്യം എന്നുള്ള ഒരു കാര്യം നിങ്ങളെ വളരെയധികം തുണച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ വളരെ നിഷ്കളങ്കരായ വ്യക്തികളാണ്, നല്ല മനസ്സിനുടമകളാണ്, മറ്റുള്ളവർക്ക് എപ്പോഴും നന്മകൾ മാത്രം വരണമെന്ന് ചിന്തിക്കുന്ന വ്യക്തികളാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നവരെയും അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കുന്നവരാകട്ടെ നിങ്ങളെ അവഗണിക്കുന്നവരാകട്ടെ അവരെ ഒക്കെ നിങ്ങൾ സഹായിക്കാനും അവരോടൊപ്പം നിലകൊള്ളുവാനും ഒക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. പല പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും പല വേദനകൾ കടന്നു വരുമ്പോഴും ഒക്കെ ഏറ്റവും കൂടെ നിന്നവരെയും നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ചവരെ ഒന്നും നിങ്ങൾ തള്ളിക്കളയാറില്ല. നിങ്ങളുടെ ജീവിതത്തിന് കോട്ടങ്ങൾ സംഭവിച്ചാലും ചുറ്റുമുള്ളവർക്ക് ഒരു അനർത്ഥവും വരരുത് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ നല്ലത് മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എന്നുള്ളത് ദൈവ ഒരു വിധി തന്നെയാണ്. അതായത് ഈശ്വരൻ്റെ സമക്ഷം നിങ്ങൾക്ക് നല്ലത് മാത്രം സംഭവിക്കണം എന്ന് കരുതി ജീവിക്കുന്ന വ്യക്തികൾ, ആർക്കും ഒരു ദ്രോഹവും ചെയ്യാതെ കള്ളം പറയാതെ കള്ളം പറയുന്നവരെ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തികൾ കൂടിയാണ്. ജീവിതത്തിൽ പല പ്രയാസങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും പല ദുഃഖാവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഏറ്റവും ഇഷ്ടപ്പെടുന്നവരെ ഒന്ന് നുള്ളി നോവിക്കാൻ പോലും തയ്യാറാകാത്ത വ്യക്തികളാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഇല്ല ഉണ്ട് എന്ന് കണക്കെടുപ്പ് നടത്തുമ്പോഴും ഒന്നുമില്ലാത്തവരെയൊക്കെ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്നവർ, അത്രയധികം വളരെയധികം ഗുണവിശേഷണങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങൾ. എത്ര പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് മതിയാവില്ല. അത്രത്തോളം ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളായാലും കഷ്ടങ്ങളായാലും സന്തോഷങ്ങളായാലും അങ്ങനെ തുടങ്ങി വളരെയധികം അനുഗ്രഹമാണ് ഓരോരുത്തരുടെ ജീവിതത്തിലും ഈശ്വരൻ കാത്തു പരിപാലിക്കുന്നത്. വളരെയധികം ജനസമ്പന്നനാണ്. അതുപോലെ തന്നെ എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും എത്രയൊക്കെ താഴ്ചകളാണെങ്കിലും ആ ഒരു ഈശ്വര അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഇപ്പോൾ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ആ ഒരു പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന മോശം സമയമാണ്. അതായത് ആർക്കും നിങ്ങളുടെ ജീവിത ഭാഗത്ത് നോക്കുമ്പോൾ ആർക്കും ഒരു തെറ്റോ കുറ്റമോ കുറവുകളോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. പക്ഷേ എങ്കിലും ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ചില മോശം സമയങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ അനുഭവിക്കുന്ന കുറച്ച് ചെറിയ പ്രയാസങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് നൽകുന്ന മുറിവുകൾ, ഇതൊക്കെയാണ് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ. എന്നാൽ ഈ പ്രശ്നങ്ങൾ മാറുമോ? ഇതെപ്പോഴാണൊന്ന് മാറുക? ജീവിതത്തിൽ എപ്പോഴാണ് ഒരു അർത്ഥം ഉണ്ടാകുന്നത്?
എന്നൊക്കെ ചിന്തിച്ച് പ്രയാസപ്പെടുന്ന വ്യക്തികളാണ്. എന്നാൽ തൊടുകുറി ശാസ്ത്രം പറയുന്നു, ഇനിയും കുറച്ച് കടമ്പകൾ കൂടി ജീവിതത്തിൽ കടന്നാൽ മാത്രമേ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ എന്നതാണ്. അതായത് ഒരുപാട് നിരാശകളും ഒരുപാട് വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടക്കുവാനായിട്ട് ഈശ്വര സഹായം വേണ്ടുവോളം നിങ്ങൾക്ക് ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പലപ്പോഴും നിങ്ങളെ ഒഴിവാക്കിയ കൂട്ടുകാരും നിങ്ങളെ ചേർത്ത് പിടിച്ചവരുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിലും നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന വേദനയ്ക്ക് പകരമാകാൻ ആർക്കും കഴിയില്ല എന്നുള്ളതും ഏറ്റവും ഒരു തീരുമാനമുള്ള ഒരു കാര്യമാണ്. പലപ്പോഴും നിങ്ങളെ കളിയാക്കാനും നിങ്ങളെ വേദനിപ്പിക്കാനും ഒക്കെ പല വ്യക്തികൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ പോലും അതൊക്കെ ഈശ്വര സമക്ഷം മാറുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുവാനും ഒക്കെ അത് കാരണമായി തീരും. നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴാണ് നിങ്ങളുടെ പ്രയാസങ്ങൾ മാറുക എന്നത് പ്രവചനാതീതമായ ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് തടസ്സങ്ങളും പ്രയാസങ്ങളും കാണുന്നുണ്ട്, ശാരീരിക ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന പ്രയാസങ്ങൾ, ഇതൊക്കെ മാറുവാനായിട്ട് ഈശ്വരനോട് പ്രാർത്ഥിക്കുക. വരുന്ന കുറച്ച് ദിവസത്തിനകം തന്നെ നിങ്ങൾക്കൊരു ഫലം കാണുവാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ ചിത്രമായ പച്ച നിറത്തിലുള്ള അല്ലെങ്കിൽ ഗ്രീൻ നിറത്തിലുള്ള ഡയമണ്ട് തിരഞ്ഞെടുത്ത വ്യക്തികളെക്കുറിച്ചാണ് പറയുന്നത്. ഒരല്പം ജീവിത സാഹചര്യങ്ങളാലൊക്കെ ഒരു ഞെരുക്കപ്പെടുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. നല്ലവരാരൊക്കെയാണ്, നിങ്ങളെ കബളിപ്പിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തെ സഹായിക്കുന്നവരാരൊക്കെയാണ് എന്നൊന്നും തിരിച്ചറിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളാണ്. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് കുടുംബത്തിലുണ്ടാകുന്ന ചില പോരായ്മകൾ, ചില അസ്വസ്ഥതകൾ, ജീവിതത്തിലുണ്ടാകുന്ന ചില തകർച്ചകൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം കുറച്ച് കടഭാരങ്ങളാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഈ കടഭാരങ്ങളും പ്രയാസങ്ങളും എന്ന് പറയുന്നത് മറ്റാരാലും നിങ്ങൾക്ക് വീട്ടുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒന്നാണ്. അതായത് ഒത്തിരി പ്രയാസങ്ങളാണ് കടന്നു വരുന്നത്. നാൾക്കുനാൾ സമാധാനമായിട്ട് ഉറങ്ങുവാനോ സന്തോഷത്തോടു കൂടി ജീവിക്കുവാനോ ജീവിതത്തിലൊരു അനുഗ്രഹങ്ങൾ കണ്ടെത്തുവാനോ ഒന്നും കഴിയാതെ ഭാരപ്പെടുന്ന തരത്തിലേക്കാണ് നിങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. നിങ്ങളുടെ വ്യാവസായികങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ വരുമാന മാർഗങ്ങളിലൊക്കെ തകർച്ചയുണ്ടാകുന്നു. എപ്പോഴും ഒരു വെല്ലുവിളി ഉണ്ടാകുന്നുണ്ട്, ഒരു കണ്ണുനീരുണ്ടാകുന്നുണ്ട്. സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു ഐക്യമില്ലായ്മ, അതുപോലെ തന്നെ എപ്പോഴും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, എപ്പോഴും സ്വത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ മാതാപിതാക്കളെ നോക്കുന്ന കാര്യങ്ങളിലൊക്കെ വളരെയധികം സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ഒരുപാട് പ്രയാസപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്. സത്യത്തെ തിരിച്ചറിയാൻ കഴിയുന്നില്ല, അസത്യം ജയിക്കുന്നു, എപ്പോഴും ഭാരപ്പെടുന്നു. അങ്ങനെ മാനസികമായി ഒരുപാട് തകർന്ന വ്യക്തികളാണ്. നിങ്ങൾ സഹായിച്ചവരൊന്നും നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല. എപ്പോഴും പഴിയും ദുഷിയും അതുപോലെ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ, കടഭാരങ്ങൾ, വായ്പാ ബാധ്യതകൾ, ഒന്ന് പുറത്തിറങ്ങി സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നില്ല. നാളെ ഒന്ന് നേരം പുലർന്നു കഴിഞ്ഞാൽ എന്താകുമെന്നറിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. ഇത്തരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന വ്യക്തികളാണ്. എപ്പോഴും പ്രയാസമാണ്, സമാധാനമായിട്ടൊന്ന് മനസ്സ് തുറക്കാൻ പോലും കഴിയാതെ ആശങ്കകൾ നേരിടുന്ന വ്യക്തികൾ. എന്നാൽ ഈ വ്യക്തികൾക്കൊരു ആശ്വാസവാക്കുമായിട്ടാണ് ഇന്നത്തെ തൊടുകുറി ഫലം നിങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത്. വരുന്ന ഒരു 77 ദിവസത്തിനകം തീർച്ചയായിട്ടും ഒരു ഫലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയും. ഉറച്ച വിശ്വാസത്തോടും പ്രാർത്ഥനയോടും വഴിപാടുകളോടും കൂടി കഴിയുക. ഏത് മതത്തിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണെങ്കിലും അതുപോലെ തന്നെ ഈശ്വര സാന്നിധ്യത്തെ ആശ്രയിക്കാത്തവരാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഒരു വാക്കിൽ നിങ്ങൾ വിശ്വസിക്കുക. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച പ്രാപിക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും ഇത് രണ്ടുമാകുന്നു നിങ്ങളുടെ ഫലങ്ങൾ. ഈ 2 ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത വ്യക്തികളെയും ഈശ്വരൻ അതിസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.